ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാളിയുടെ ഒരു ചാരിറ്റിയെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ ചാരിറ്റി മലയാളിയെ സംബന്ധിച്ചിടത്തോളം പുത്തിരിയായിട്ടുള്ളൊരു കാര്യമല്ല. ചികിത്സയ്ക്ക് പല ആളുകളുടെയും പാവപ്പെട്ട ആളുകളുടെ എത്രയോ ആൾക്കാരുടെ ചികിത്സയ്ക്ക് വേണ്ടി കോടികളാണ് മലയാളികളെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കണ്ടെത്തുന്നത്, അതുപോലെ വീട് വെച്ച് കൊടുക്കുന്നത്. എന്നാൽ ഇതിലൊരു ഒരു ഒരു ഡിഫക്റ്റായിട്ട് ഞാൻ കണ്ടത് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മലയാളികൾ ഈ ക്രൗഡ് ഫണ്ടിങ് ഏറ്റവും കൂടുതൽ ചാരിറ്റിയുടെ രൂപത്തിൽ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ അത്യാവശ്യമുള്ള വേറൊരു മേഖലയുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയാണ്. ഞാനിത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, തമിഴിൽ നമ്മുടെ സിനിമാ നടൻ ആക്ടർ സൂര്യ സാർ അദ്ദേഹം പഠിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷനിലൂടെ വളരെ പാവപ്പെട്ട കുട്ടികളെ ഉന്നതമായിട്ടുള്ള ഐ ടി ഫീൽഡിലെ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിപ്പിച്ച് അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയത് കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത് ഇങ്ങനൊരു കാര്യം. ശരിക്കും നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന, നല്ല പ്രൊഫഷണൽ കോഴ്സിന് ചേരണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന, പഠിക്കാൻ കഴിവുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ട്. പക്ഷേ പഠിക്കാനുള്ള പണമില്ലാത്തതുകൊണ്ട് അവരെന്തെങ്കിലും ചെറിയ കോഴ്സിനായിരിക്കും പോയി ചേരുന്നത്. നമുക്കൊക്കെ അറിയാം, അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്കറിയാം. കഴിവുണ്ടായിട്ടും എങ്ങും എത്താതെ പോയി നിൽക്കുന്ന, പണമില്ലാത്തതുകൊണ്ട് എത്താതെ പോയി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കൊക്കെ അറിയാം. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ വിദേശത്തും സ്വദേശത്തും ഒക്കെ ഉള്ളവർ ഒരുമിച്ചാൽ അധ്യയന വർഷത്തിൻ്റെ സമയത്ത് ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തിയാൽ, ഒരു ജില്ലാ കളക്ടറുടെയൊക്കെ ഒരു ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലയിലും അങ്ങനെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട എല്ലാ കുട്ടികളെയും നമുക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഏതെങ്കിലും നല്ല കോഴ്സുകൾ പഠിപ്പിച്ചെടുക്കാനും അങ്ങനെ അവരുടെയും ലൈഫിൻ്റെ ക്വാളിറ്റി ഉയർത്താനും സമൂഹത്തിൽ നിന്ന് ഈ ഒരു പുവർട്ടി എന്ന് പറയുന്ന ഒരു സാധനത്തെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാനും പറ്റും. ഒരു ആൾക്കാരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഒരുപാട് നമുക്ക് ഉയർത്താൻ പറ്റും. സമൂഹത്തിലെ സന്തോഷത്തിൻ്റെ ലെവൽ നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ ശരിക്കും ഈ മാവേലി നാട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമുക്ക് കേരളം മൊത്തത്തിലാക്കിയെടുക്കാൻ പറ്റും. കേരളത്തെ മാതൃകയാക്കാൻ ഉറപ്പായിട്ടും മറ്റ് സ്റ്റേറ്റുകളെല്ലാം തയ്യാറായിട്ട് വരികയും ചെയ്യും. അങ്ങനെ ആ ഒരു ഇന്ത്യ തന്നെ മൊത്തത്തിൽ ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമുക്ക് മുന്നോട്ട് എത്തിക്കാൻ പറ്റും. അതുമാത്രമല്ല, എക്കണോമിക്കലിയും തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ യുവാക്കളെ എംപവർ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ത്യയെ എക്കണോമിക്കലി നമുക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും.